Hi friends, Assalamu alaikum. Welcome back to Jazz Food Court. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബ്രെഡ് റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടി ആദ്യം ഒരു വലിയ ബൗൾ എടുത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ മിൽക്ക് പൗഡർ ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ഗ്ലാസ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി 5 മിനിറ്റ് നേരം കുഴച്ചെടുക്കണം. നന്നായി കുഴച്ച് അവസാനം ഇത്തിരി എണ്ണ തടവി ഒരു 2 മണിക്കൂർ നേരം നമുക്ക് പൊങ്ങാൻ വേണ്ടി അടച്ചു വെക്കണം. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ലോണം ചെറുതായി അരിഞ്ഞതാണ്. നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഒരു ബൗൾ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വേവിച്ച് പിച്ചെടുത്തതാണ്. നന്നായി മിക്സ് ചെയ്യുക. 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കലക്കിയെടുക്കാം. അല്പാൽപ്പം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി വഴറ്റുക. ഇതിന്റെ വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂൺ ഒറിഗാനോവും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ ബാക്കി വെച്ച സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയന് പകരം മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വെക്കാം. നമ്മുടെ ഡോ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയി കിട്ടും. നല്ലോണം കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് മൈദ വിതറി ഇതുപോലെ പരത്തിയെടുക്കാം. ഓവൽ ഷേപ്പിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാം. നീളത്തില് ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പത്ത് വെച്ചും കേക്കൊക്കെ റെഡിയാക്കുന്നത് പോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്.
ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ നടുഭാഗത്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ കട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ രണ്ട് ഭാഗത്തും ഇതുപോലെ നമുക്ക് കട്ടിട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു സൈഡിലോട്ടും അപ്പുറത്തെ സൈഡിനടുത്ത് ഇതുപോലെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടുമായി വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട അടിച്ച് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും 1/2 ടീസ്പൂണ് പാൽപ്പൊടിയും 1 സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കണം. ഞാനൊരു കളറിന് വേണ്ടി ഇത്തിരി യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരെണ്ണം വേറൊരു സ്റ്റൈല് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി നേരത്തെ പോലെ തന്നെ പരത്തിയെടുത്ത് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഫില്ലിംഗ് ഇതുപോലെ സൈഡിൽ വെച്ച് ഇതുപോലെ റോൾ ചെയ്ത് ലാസ്റ്റ് കട്ടിട്ട് കൊടുക്കണം. ലാസ്റ്റ് ഭാഗം ഇതുപോലെ മുഴുവനും ഭാഗത്തും കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അവസാനം ലാസ്റ്റ് ഇത് ജോയിന്റ് ആക്കി അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നേരത്തെ പോലെ തന്നെ മുട്ടയുടെ കൂട്ട് തടവി മുഴുവനും ഭാഗത്തും തടവി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് നേരം നമുക്ക് ബേക്കിംഗ് ആവശ്യമുണ്ട്. ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓവനിൽ വെക്കുന്നതിന് മുമ്പ് കുറച്ച് എള്ള് വിതറി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഫിനിഷ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനി നമുക്ക് ഇത് ബട്ടർ മെൽറ്റ് ചെയ്ത് അതിൻ്റെ മേലെ തടവി കൊടുക്കണം. മുഴുവനും ഭാഗത്ത് ഇതുപോലെ തടവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. Thank you for watching. Please like, share and subscribe. Thank you.